ഹലോ നമസ്കാരം. IPL ചരിത്രത്തിൽ തന്നെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കനാലുകാരെ വൈഭവ് സൂര്യവംശി ബീഹാർകാരനായ അവൻ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അരങ്ങേറ്റക്കുറിച്ച് വെറും 20 ബോളിൽ 34 റൺസാണ്. 2 ഫോറുകളും 3 പടുകൂറ്റൻ സിക്സും നേടി. IPL ചരിത്രത്തിൽ തന്നെ ആദ്യ ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സ് അടിച്ച് IPL രംഗപ്രവേശനം ചെയ്തു. മനോഹരമായ ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. Under-19 ഇന്ത്യൻ ടീം കളിച്ച വൈഭവിനെ രാജസ്ഥാൻ റോയൽസ് 1.1 ക്രോറിന് ടീമിലെത്തിച്ചു. ഏതൊരു കളിക്കാരനും ആഗ്രഹിച്ച സ്വപ്നതുല്യമായ അരങ്ങേറ്റമാണ് വൈഭവ് രാജസ്ഥാന് വേണ്ടി കാഴ്ചവെച്ചത്. ഇനിയും മുന്നോട്ട് വൈഭവിന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് രാജസ്ഥാനെ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ. സേവാഗിൻ്റെ ബാറ്റിംഗ് പോലെ വെടിക്കെട്ട് ബാറ്റിംഗാണ് വൈഭവ് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീമിൽ സേവാഗിന് ഫസ്റ്റ് ബോൾ 4 or 6 അടിക്കുന്ന അതേ പ്രത്യേകത കൂടി വൈഭവ് ഇന്നലെ ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ച് പ്രകടനം കാഴ്ചവെച്ചു. ഏതൊരു ബാറ്റ്സ്മാനും ആഗ്രഹിക്കുന്ന തരത്തിൽ വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെ ഒരു കഴിവ് അവന് കാണാൻ സാധിച്ചു. വെറും 8ാം ക്ലാസ് പഠിക്കുന്ന, വെറും 14 വയസ്സ് 23 ദിവസം പ്രായമുള്ള മറ്റ് ചെറിയ മക്കളെ പോലെ തോന്നിപ്പിക്കുന്ന പക്വതയുള്ള ഒരു കളിക്കാരനാണ് വൈഭവ് സൂര്യവംശി. കളിച്ച ACC Under-19 ഏഷ്യ കപ്പ് ഇന്ത്യ ഫൈനലിലെത്തി 2024. അന്ന് വൈഭവ് 176 റൺസ് സ്കോർ ചെയ്തു, ആവറേജ് 44 വെച്ച്. ആ സ്ഥിരതയാർന്ന പ്രകടനമാണ് വൈഭവിനെ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിലെത്തിച്ചത്. 1.1 ക്രോറിന് രാജസ്ഥാൻ അവനെ ഏറ്റെടുത്തപ്പോൾ മറ്റെല്ലാവരും ചിന്തിച്ചു, കുട്ടിത്തം നിറഞ്ഞൊരു പയ്യൻ എന്ത് കാണിക്കാനാണ് IPL. പക്ഷേ ആദ്യ ബോളിൽ തന്നെ 6 അടിച്ച് അവൻ തൻ്റെ സ്വപ്നതുല്യമായ അരങ്ങേറ്റം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചു. പക്ഷേ ആദ്യ കളി തോറ്റെങ്കിലും മറ്റ് കളിക്കാരെക്കാട്ടിലും കൂടുതൽ നല്ല സ്ട്രൈക്ക് റേറ്റോട് കൂടി പഠിക്കുമ്പോൾ തന്നെ IPL കളിക്കുക. ഏതൊരു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കളിക്കുന്ന ആരുടെയും സ്വപ്നമാണത്. ഇന്ത്യൻ ടീമിലേക്കുള്ള അവൻ്റെ ദൂരത്തിന് ഇനി അധികം നാളുണ്ടാവില്ല. കാരണം സച്ചിൻ 16ാം വയസ്സിലാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് പാകിസ്ഥാനിൽ. മിക്കവാറും 20 വയസ്സിനുള്ളിൽ തന്നെ ബോളിൽ 34 റൺസ് നേടിയ വൈഭവ് 2 ഫോറും 3 സിക്സും നേടി. 170 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. പന്ത് മാർക്കത്തിൻ്റെ ബോളിൽ അവനെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി മുന്നോട്ട് പോയപ്പോൾ വൈഭവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാരണം അത് അവൻ്റെ കരിയറിലെ മറക്കാനാത്തൊരു സംഭവമായി. ഇനി മുന്നോട്ട് വൈഭവ് ആരാണെന്ന് കാണിച്ചു തരാൻ അവൻ കാത്തിരിക്കുമെന്നുള്ളതിന് ഉറപ്പാണത്. എന്തായാലും നല്ലൊരു ഭാവിയുള്ള പയ്യനാണെന്ന് അവൻ തെളിയിച്ചു. ഇനിയും മുന്നോട്ട് നല്ല ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ വൈഭവിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.